രാജ്യത്തിന്റെ പൊതുസ്ഥിതി എന്താ? മോഡി അധികാരത്തിൽ വരുമ്പോൾ പട്ടിണി സൂചിക, അന്താരാഷ്ട്ര പട്ടിണി സൂചികയിൽ 54 സ്ഥാനമായിരുന്നു. ഇപ്പൊ 111. 55 ശതകോടീശ്വരന്മാരായിരുന്നു അന്ന് മോഡി 2014 പ്രധാനമന്ത്രി വരുമ്പോൾ. ഇപ്പൊ 166. 54,90,763 രൂപയായിരുന്നു മോഡി 2016 അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തിന്റെ കടം. 2024 ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു 155.87 ലക്ഷം കോടി കടമാണ്. മറ്റ് കടമെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 205 ലക്ഷം കോടി രൂപ കടമാണ്. അപ്പൊ 55 ലക്ഷം കോടിയിൽ നിന്ന് 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ 205 ലക്ഷം കോടി രൂപ കടബാധ്യത രാജ്യത്ത് വരുത്തി വെച്ച ഒരു ഭരണമാണ് മോഡിയുടെ കീഴിൽ നടന്നത്. 42,324 രൂപയായിരുന്ന ആളോഹരി കടം 2014 മുൻപ്. 2023 കണക്കനുസരിച്ച് 1,09,323 രൂപയായി. ആളോഹരി കടം 44,000 1 ലക്ഷത്തിലധികം ലേല അടിച്ചേൽപ്പിച്ചു. പെട്രോൾ 50 രൂപയ്ക്ക് തരും, രൂപയുടെ മൂല്യം ഞങ്ങൾ കുറയ്ക്കും തുടങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ സമസ്ത മേഖലയും തകർത്ത്. ഇപ്പൊ നട്ടല് തകർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവും, സംസാരിക്കാനൊക്കെ പറ്റും, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റും. നോട്ട് നിരോധനവും GST നടപ്പാക്കിയതിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടലൊടിച്ചു. ചെറുകിട വ്യവസായം MSME എന്ന് പറയുന്നത് പൂർണ്ണമായി തകർന്നു. അപ്പൊ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ. വിലക്കയറ്റം അതിരൂക്ഷമാണ്, തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്, കർഷകര് എല്ലാ വിഭാഗം ആളുകളും പ്രക്ഷോഭത്തിലാണ്. അപ്പോഴാണ് ഇതിനൊക്കെ വരുന്ന സമരത്തെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ രാമനെ അവർ പ്രതീക്ഷിച്ചത്. അയോധ്യയുടെ ക്ഷേത്രമൊന്നും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല, പകുതി പണിയായിട്ടുണ്ട്. പകുതി പണി കഴിയുന്നതിന് മുൻപ്, അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് അമ്പലം, വേറൊന്നും അവർക്ക് പറയാനില്ല, അമ്പലങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഏതെങ്കിലും പുതിയ വ്യവസായശാല തുടങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനില്ല. മോഡി ഓടി നടന്ന് വന്ദേ ഭാരത് ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാണ്. ഈ വന്ദേ ഭാരത് ഇപ്പം ഇതിനു മുമ്പ് രാജധാനി ഉണ്ടായിരുന്നു, തുരന്തോ എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഉണ്ടായിരുന്നു, വലിയ വലിയ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയോ ഈ രാജധാനി വന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ ഉദ്ഘാടനം ചെയ്തതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഇപ്പോ വരുന്ന പുതിയ ട്രെയിൻ, അത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈയിലുള്ള, അത് ഒരെണ്ണത്തിന് 70 കോടിക്ക് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വകാര്യ കമ്പനിക്ക് 120 കോടിക്കാണ് കൊടുത്തിരിക്കുന്നത്, 50 കോടി കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ തന്നെ സൗകര്യം ഉപയോഗിച്ച് അവരെ കൊണ്ട് നിർമ്മിക്കുക. സ്വകാര്യ കമ്പനികൾ പുതിയ ഫാക്ടറി ഒന്നും ഉണ്ടാക്കിയിട്ടല്ല കോച്ച് ഫാക്ടറി ഉണ്ടാക്കുന്നത്. തൊഴിലാളികൾ അവിടെ അതിൻ്റെ സമരത്തിലാണ്. അപ്പൊ രാജ്യം പൂർണ്ണമായി തകർന്നു കിടക്കുന്ന സമയത്താണ് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ഒരു സ്വപ്നം വിൽപ്പനക്കാരനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തും വിൽപ്പനയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 2018 ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്ന ഒരാളുടെ ഈ വിപണന വിദഗ്ധന്മാർക്ക് കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്. അവാർഡ് നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് കൊടുത്തത് 2018 ലോക വിപണന മേള സമ്മേളനത്തിൽ വെച്ചിട്ട്. അത് നല്ല വിൽപ്പനക്കാർക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടി. രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസിഡൻഷ്യൽ അവാർഡ് എന്ന് അതിനെ പറയാം. ഈ ഫിലിപ്പ് കോട്ട്ലറുടെ പേരുള്ളത്. ആ അവാർഡ് വാങ്ങിച്ച ഒരാളാണ്. കോവിഡിന്റെ സമയത്ത് പ്രധാനമന്ത്രിക്ക് വേറൊരു അവാർഡ് കിട്ടി. ഈ നോബൽ സമ്മാനത്തിന് പകരം അതിനെ കളിയാക്കിക്കൊണ്ട് ഒരു ഇഗ് നോവൽ കൊടുക്കും. അത് കളിയാക്കിക്കൊണ്ടുള്ളതാണ്. ഇഗ് നോവൽ കൊടുത്തു നമ്മുടെ പ്രധാനമന്ത്രിക്ക്. എന്താ കാര്യം? രോഗം ഭേദമാക്കാൻ ശാസ്ത്രജ്ഞന്മാരെക്കാളും ഡോക്ടർമാരെക്കാളും കൂടുതൽ കഴിവുള്ളവർ രാഷ്ട്രീയക്കാരാണെന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഗംഗാനദിയിലും ചുറ്റുപാടൊക്കെ തന്നെ ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. എത്ര ലക്ഷം പേര് മരിച്ചു എന്ന് പറയുന്ന ഒരു കണക്കും ഇപ്പോഴും ലഭ്യമല്ല. അപ്പോൾ ചാണകം നിങ്ങൾ പാത്രം കൂട്ടൂ, ചാണകം കുളിക്കൂ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് പറഞ്ഞത്. കോവിഡ് മഹാമാരിയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ 18 ദിവസത്തെ യുദ്ധമാണ് മഹാഭാരത യുദ്ധം, അതിനുള്ളിൽ ഇത് പിടിച്ചു കിട്ടും തുടങ്ങിയിട്ടുള്ള വലിയ വാക്വരണികളാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ മുന്നിൽ പരിഹാസ്യരായി മാറുന്ന ഒരു സ്ഥിതിയിലെ അപ്പോഴാണ് ഈ ഇഗ് നോവൽ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പം രാജ്യത്തെ മൊത്തം നാണം കെടുത്തുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം ആ സമയത്താണ് ഈ കൊള്ള ചെയ്ത ഇലക്ട്രൽ ബോണ്ടും PMKS ഫണ്ടും
ഒക്കെയുള്ള കോടാനക്കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന 2019 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ വലിയ ചർച്ചകളുണ്ടായിരുന്നു. വോട്ടിംഗ് മെഷീനുകളെ സംബന്ധിച്ച് ലോകത്തിലെ നമ്മളെക്കാൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച രാജ്യങ്ങളിൽ അവർ ബാലറ്റിലേക്ക് തിരിച്ചു വന്നു. പല രാജ്യങ്ങളും, ജർമ്മനിയും ജപ്പാനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, നെതർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാവരും തിരിച്ചു വന്നു. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് ഹാക്ക് ചെയ്യാം. അത് പ്രോഗ്രാം ചെയ്യുന്ന, അതിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ അവർ ജയിച്ചല്ലോ, അപ്പോൾ എങ്ങനെ? അത് പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചാണ്. അല്ലെങ്കിൽ വളരെ കയ്യോടെ പിടിക്കപ്പെടും. കേരളത്തിൽ 20 സീറ്റും BJP കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ഉടനെ തന്നെ കള്ള പരിപാടിയാണെന്ന് പൊതുസമൂഹം ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ അവരെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും, കുറച്ചൊക്കെ പ്രതിപക്ഷത്തിന് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് പരിപാടികൾ ഉണ്ടാകും. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ അവർക്ക് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് അവർ ഈ ഉപയോഗിക്കുകയാണ്. 2000 വിവരാവകാശ നിയമം അനുസരിച്ച് എത്ര വോട്ടിംഗ് മെഷീൻ വാങ്ങി എന്ന് ചോദിക്കുകയും എത്ര ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 20,000 വോട്ടിംഗ് മെഷീൻ കാണാനില്ല എന്നാണ് പറഞ്ഞത്. 20,000 വോട്ടിംഗ് മെഷീൻ കാണാനില്ല. അപ്പോൾ ആ വോട്ടിംഗ് മെഷീനുകൾ എന്ത് ചെയ്തു എന്ന് ഇപ്പോൾ കഴിഞ്ഞ നവംബർ 17-ാം തീയതി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് 18-ാം തീയതി തന്നെ വോട്ട് ചെയ്ത കുറേ പെട്ടികൾ ശ്മശാനത്തിൽ നിന്ന് കിട്ടി. വോട്ട് പെട്ടികൾ ശ്മശാനത്തിൽ കിട്ടി. അതിൻ്റെ ഫോട്ടോ അടക്കം എടുത്ത് 15,000-ഓളം കംപ്ലൈൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വന്നു. ഡിസംബർ 3-ാം തീയതിയാണ് വോട്ടെണ്ണുക. അപ്പോൾ ഡിസംബർ 3-ാം തീയതി വോട്ടെണ്ണുന്നതിന് മുൻപ് ഈ കേസുകൾ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തില്ല. ഡിസംബർ 3 വോട്ടെണ്ണി BJP അധികാരത്തിൽ വന്നു. 20 സീറ്റിൽ 2,000 വോട്ടിന് താഴെ, 10 സീറ്റിൽ 1,000 വോട്ടിന് താഴെ, 15,000 കംപ്ലൈൻ്റാണ് വന്നത്. 2019 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തന്നെ 447 പാർലമെന്റ് മണ്ഡലത്തിൽ എണ്ണിയ വോട്ടും ചെയ്ത വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ വെച്ചുകൊണ്ട് കേസ് പോയി. വോട്ടിട്ടില്ല ഇതുവരെ കേസ്. 6 മണ്ഡലങ്ങളിൽ 1,00,000-ലേറെ വോട്ടിന്റെ ഡിഫറൻസ് ആണ് വന്നത്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ചൂണ്ടാണി വിരൽ മഷിയലാളം നമ്മുടെ ഒരു അവകാശമാണല്ലോ. നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തെ പുതിയ രൂപത്തിൽ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ കാണും. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് വാട്സപ്പ് തെരഞ്ഞെടുപ്പാണ് എന്നാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ചില വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കോടിക്കണക്കിന് ആളുകളെ എങ്ങനെയാണ് ഫീഡ് ചെയ്ത് ഒരു പ്രത്യേക രൂപത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ 2020 ഇപ്പോൾ ഡൽഹിയിൽ ഈ EVM വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യം അട്ടിമറിക്കുന്ന രീതിയാണ്. ജനങ്ങളുടെ അവകാശം മര്യാദയ്ക്ക് ആർക്ക് വോട്ട് ചെയ്യുന്നു അത് രേഖപ്പെടുത്തണം. അപ്പോൾ വോട്ട് ബാലറ്റ് പെട്ടിയും അട്ടിമറിച്ചിട്ടുണ്ട്. ബഹുസ്വരായി എന്ന് പറഞ്ഞ ബീഹാറിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബഹുസ്വരായി. നമ്മുടെ ബീഹാറിൽ അവിടെ അടിച്ചു പിടിച്ചിട്ടുണ്ട് ദളിതർ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജയിച്ചു. അടിച്ചു പിടിച്ചു ആദ്യത്തെ റിഗിങ് എന്നൊക്കെ പറയും. അതൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇതൊരു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ 15 മിനിറ്റ് അരമണിക്കൂർ എപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചാണ് അത് അട്ടിമറിക്കപ്പെടുന്നതെന്നാണ് പല IT വിദഗ്ധന്മാരും പറയുന്നത്. ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ മുന്നിൽ ഇപ്പോൾ അവരത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഇതിനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ലോകം മുഴുവൻ നമ്മളെക്കാൾ വികസിച്ച രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ബാലറ്റിലേക്ക് തിരിച്ചു വന്നു, ഇവിടെ മാത്രം എന്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഗൗരവമുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്.